ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ അഹമ്മദിന്റെ മരണം മൂടിവെക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയെന്ന് പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. അഹമ്മദ് പാർലമെന്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടിംഗിനെത്തിയ മാധ്യമപ്രവർത്തകൻ വ്യക്തമാക്കുന്നു. മാധ്യമപ്രവർത്തകനായ റഷീദുദ്ദീൻ അൽപ്പറ്റയാണ് കേന്ദ്ര സർക്കാർ ഇടപെടലുകളെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത്. താൻ മനസ്സിലാക്കിയിടത്തോളം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് അഹമ്മദ് മരിച്ചിരുന്നുവെന്ന് റഷീദുദ്ദീൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: അഹമ്മദ് കുഴഞ്ഞു വീണയുടൻ അടുത്തെത്തിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞത് മരണം സംഭവിച്ചുവെന്നാണ്. സ്വന്തം പാർട്ടിക്കാർക്കും ഈ സത്യം അറിയാതിരിക്കില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അവരിൽ പലരും ഇന്നലെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. സാഹിബ് വീണതിന് ശേഷം സീറ്റിലേക്ക് എത്തിയ കേന്ദ്ര സഹമന്ത്രി ഒരു ഡോക്ടറായിരുന്നിട്ട് പോലും ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് കൃത്രിമശ്വാസം നൽകാൻ നിർദ്ദേശിക്കുകയും മറ്റുള്ളവരെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തത്. പിന്നീട് RML ആശുപത്രിയിലെത്തി ഇതേ നിർദ്ദേശം അവിടുത്തെ ഡോക്ടർമാർക്കും ഈ മന്ത്രി നൽകുകയും ചെയ്തു. മരിച്ച വ്യക്തിയെ വെന്റിലേറ്ററിലേക്ക് നീക്കിയത് ഇങ്ങനെയാണത്രേ. രാഷ്ട്രീയം മനുഷ്യനെ ഇത്രയും തരം താഴ്ത്തുമോ? ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ സർക്കാരിന്റെ തടസ്സമെന്നും റഷീദുദ്ദീൻ ചോദിക്കുന്നു.